എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കും. ഇതുവരെ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ റിസൾട്ട് പരിശോധിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നും, ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എങ്കിൽ സോറി, യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്നും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് നിങ്ങൾക്ക് കോഴ്സ് ട്രാൻസ്ഫറാണ് കിട്ടിയത്, അതായത് കോഴ്സ് മാറ്റമാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എത്ര രൂപ നിങ്ങൾ എക്സ്ട്രാ ഫീസ് അടക്കേണ്ടതുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. എത്ര രൂപയാണ് അടക്കേണ്ടത് എന്നുള്ളത് അത് ഏകദേശം ഒരു 100 മുതൽ 200 രൂപയ്ക്കുള്ളിൽ മാത്രമാണ് ആ ഒരു ഫീസ് വരുള്ളൂ. അതുപോലെ തന്നെ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥി ആ ഒരു പുതുതായിട്ട് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള സ്കൂൾ എവിടെയാണോ ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 4 മണി വരെ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ഇനിയൊരു ട്രാൻസ്ഫർ ഉണ്ടോ, അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സ്പോട്ട് അഡ്മിഷന് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് നിലവിൽ ഈ ഒരു വെബ്സൈറ്റ് വഴി അവസരം ലഭ്യമാകുന്നതല്ല. അപ്പോൾ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രൈവറ്റായിട്ട് ഏതെങ്കിലും പ്രൈവറ്റ് കോളേജുകളിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 4 മണി വരെയാണ് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അഡ്മിഷൻ, അത് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരം നിങ്ങൾക്ക് സ്കൂളോ കോഴ്സോ എങ്ങനെയാണ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് അത് പ്രകാരം നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോഴ്സ് മാറ്റമാണ് ലഭിച്ചതെങ്കിൽ എക്സ്ട്രാ വരുന്ന ഫീ പേയ്മെൻറ്റ് അടക്കുക. അതുപോലെ സ്കൂളും കോഴ്സും മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിലവിൽ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു തന്നിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ തന്നെ നിങ്ങളുടെ PT ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് എന്നിവയും, അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ് അടച്ചപ്പോഴുള്ള റെസിപ്റ്റ് തന്നിട്ടുണ്ടാകും. ആ ഒരു റെസിപ്റ്റും സഹിതം വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഏത് കോഴ്സിലേക്കാണ് കിട്ടിയത് അങ്ങോട്ടേക്ക് നിർബന്ധമായിട്ടും ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് മാറേണ്ടതാണ്. അപ്പോൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 4 മണി വരെ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.